ഈ ബൈബിൾ സ്റ്റഡിയുടെ 5-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. 7 തരം മാളികയുടെ പടവും വരച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതൊക്കെ ആവശ്യമില്ലാത്ത ഇടപാടാണ്. നമ്മുടെ ദൈവത്തെ ഇതുപോലെ പരിഹസിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. വീടില്ലാത്തവർ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ലെങ്കിലും 7 നില മാളികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളതൊക്കെ ചോദിച്ചാൽ മതി. ഈ ഭൂമിയിലെ മറ്റൊരു ദൈവവും വാഗ്ദത്തം ചെയ്യാത്ത ഒന്നാണ് കർത്താവ് ഇവിടെ നമുക്ക് വാഗ്ദത്തമായി തന്നിരിക്കുന്നത്. ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്വനായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഏത് കാര്യത്തിലും എന്ന് പറഞ്ഞതുകൊണ്ട് ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങളിൽ എന്ന അർത്ഥമില്ല. 2 പേര് തമ്മിൽ ഐക്യമത്യപ്പെട്ടു എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവെ എന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കണം, ഈ മനുഷ്യനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇവർ 2 പേരും കൂടി ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് ഈ പറഞ്ഞതിനൊക്കെ അർത്ഥമുണ്ടെന്ന് ആരും ധരിക്കരുത്. ഏത് കാര്യത്തിലും എന്ന് പറഞ്ഞു എന്ന് കരുതി ചുമ്മാ ഏത് കാര്യത്തിലും കയറി അങ്ങ് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല കർത്താവ് മറ്റൊരു കാര്യം പറയുന്നു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതും കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിന് മാത്രം പറയുവാൻ കഴിയുന്ന കാര്യമാണ്. യഹോവ സാക്ഷിക്കാരെ പോലുള്ളവർ പറയും കർത്താവായ യേശു ക്രിസ്തു ദൈവമേ അല്ല, അവൻ പണ്ട് മീഖായേലായിരുന്നു. ഭൂമിയിൽ വന്നപ്പോൾ അവൻ വെറും മനുഷ്യനായി, അത് കഴിഞ്ഞ് മരിച്ചപ്പോൾ ഇല്ലാതെയായി തീർന്നു. പിന്നെ ഇല്ലായ്മയിൽ നിന്നൊരു ശരീരം കൊടുത്ത് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. പണ്ടേ മോശയെ അഹരോന് ദൈവമാക്കി വെച്ചതുപോലെ ഇവിടെ ദൈവമാക്കി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, യഥാർത്ഥ ദൈവമല്ല എന്ന്. ഒരാളെ ദൈവമാക്കി വെച്ചാൽ ആ വ്യക്തിക്ക് ഈ വിധത്തിലൊരു കഴിവ് കിട്ടത്തില്ല. കാരണം ഒരു ദൈവദൂതൻ എന്നും ദൈവദൂതൻ മാത്രമായിരിക്കും. ദൈവത്തിന്റെ അധികാരവും സ്ഥാനവും ഒക്കെ കൊടുത്തത് കൊണ്ട് ഈ കഴിവുണ്ടാകത്തില്ല. മാത്രമല്ല അവരുടെ വ്യാഖ്യാനം അനുസരിച്ച് കർത്താവായ യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് ദൈവമാക്കി വെച്ചത്. ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ കർത്താവ് പറയുന്നു 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അപ്പോൾ കർത്താവിന്റെ നാമത്തിൽ 2 or 3 പേര് ആ പറയുന്ന കാലത്തായാലും ശരി, ഏത് കാലത്തായാലും ശരി, എവിടെ കൂടി വന്നാലും ദൈവനാമത്തിൽ, അതായത് യേശുവിന്റെ നാമത്തിലാണ് കൂടി വരുന്നത് എങ്കിൽ കർത്താവ് അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ചില പ്രത്യേകതകളുണ്ട്. എല്ലാം അറിയുക എന്ന സ്ഥിതി ദൈവത്തിന് മാത്രമേ പറ്റൂ. സർവവ്യാപിത്വം, എല്ലായിടത്തും നിറഞ്ഞിരിക്കുവാൻ, ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിലായിരിക്കുവാൻ അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവദൂതന്മാർക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ ദാനിയേൽ പ്രാർത്ഥിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൂതുമായിട്ട് ദൂതൻ വന്നു. എന്നാൽ പാർശ്വദേശത്തിന്റെ പ്രഭു അവനെ വഴിക്ക് തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ 21 ദിവസം മുഴുവൻ അവിടെ യുദ്ധം നടന്നു. അവന് ഭൂമിയിലെത്താൻ കഴിഞ്ഞില്ല. അവൻ ദൈവദൂതനാണെങ്കിലും അവൻ എവിടെയായിരിക്കുന്നു അവിടെ ആയിരിക്കാനേ പറ്റുകയുള്ളൂ. ഒരേ സമയം പല സ്ഥലങ്ങളിലായിരിക്കാൻ പറ്റില്ല. സാത്താനോട് ദൈവം ചോദിക്കുന്നു, സാത്താനെ നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ പറയുന്നു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. അപ്പോൾ ഇവൻ എന്തുകൊണ്ടാണ് ഊടാടി സഞ്ചരിക്കേണ്ടി വന്നത്? ഇവനൊരു ദൈവദൂതൻ മാത്രമാണ്. ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ മാത്രം അവന് കാണാനും പ്രവർത്തിക്കാനും കഴിയൂ. മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന എന്താണ് എന്നറിയണമെങ്കിൽ അവന് വ്യക്തിപരമായി അവിടെ പോകണം. ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിലായിരിക്കാൻ ദൈവദൂതന് കഴിയുന്നതല്ല. അത് ലൂസിഫറിനായാലും വേണ്ടില്ല, മിഖായേലിനായാലും വേണ്ടില്ല. അങ്ങനെ ഒരു കഴിവില്ല. എന്നാൽ യഹോവ സാക്ഷിക്കാരൻ പറയും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന മിഖായേലാണ്. കർത്താവായ യേശു ക്രിസ്തു മിഖായേലാണെങ്കിൽ, അല്ലെങ്കിൽ മിഖായേലാണ് കർത്താവായ യേശു ക്രിസ്തു എങ്കിൽ 2 or 3 പേർ കൂടി വരുന്നിടത്തൊക്കെ വരാൻ പറ്റുന്ന കാര്യമാണോ? അത് ദൈവത്തിന് മാത്രമേ പറ്റൂ. സർവശക്തൻ എന്ന് പറയുന്നത് ദൈവത്തിനുള്ള യോഗ്യതയാണ്. സർവവ്യാപി എന്നത് ദൈവത്തിനുള്ള യോഗ്യതയാണ്. സർവജ്ഞൻ എന്ന് പറയുന്നത് ദൈവത്തിനുള്ള യോഗ്യതയാണ്. അങ്ങനെ ദൈവത്തിനുള്ള യോഗ്യതയായ സർവവ്യാപിത്വം എന്ന് പറയുന്നത് യേശുവിനുണ്ട് എങ്കിൽ, യേശു സർവവ്യാപിയാണ് എങ്കിൽ യേശു ദൈവമാണ് എന്നതിന് വേറെ തെളിവന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ 2 കാര്യങ്ങളിലൂടെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനൊരു സംശയം. പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ അവനോട് ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. പത്രോസ് ഇങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ട്. കർത്താവ് പറഞ്ഞു, സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവന് മാത്രമുള്ളപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന്. അപ്പൊ പത്രോസിന് സംശയം, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അന്ന് യഹൂദ റബ്ബിമാര് പറയുമായിരുന്നു 3 വട്ടം ക്ഷമിച്ചാൽ മതി, 4ാമത്തെ വട്ടം ക്ഷമിക്കണ്ട എന്ന്. സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്തു, ക്ഷമ പറഞ്ഞാൽ ക്ഷമിക്കുക. വീണ്ടും തെറ്റ് ചെയ്തു, ക്ഷമ പറഞ്ഞാൽ ക്ഷമിക്കുക.
മൂന്നാമത് ഒരു വട്ടം കൂടെ തെറ്റ് ചെയ്തു, ക്ഷമ പറഞ്ഞാലെങ്കിൽ ക്ഷമിച്ചേക്കുക. നാലാമത് തെറ്റ് ചെയ്താൽ ക്ഷമ പറഞ്ഞാൽ പോലും നീ ക്ഷമിക്കേണ്ടതില്ല എന്നാണ് അന്നത്തെ യഹൂദ റബ്ബിമാര് പറഞ്ഞിരുന്നത്, ഗുരുക്കന്മാര് പറഞ്ഞിരുന്നത്, ശാസ്ത്രിമാര് പറഞ്ഞിരുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കർത്താവിനോട് പത്രോസ് ചോദിക്കുന്നത്, കർത്താവേ, എന്റെ സഹോദരന് എന്നോട് പിഴച്ചാല് ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം എന്ന് ചോദിക്കുന്നു. റബ്ബിമാര് 3 പ്രാവശ്യം എന്നാ പറയുന്നത്. അത് പറയാതെ തന്നെ കർത്താവിനോട് ഇവൻ അല്പം കടത്തി ചോദിക്കുകയാണ്, 7 വട്ടം മതിയോ? കാരണം റബ്ബിമാര് പറയുന്നത് 3 വട്ടം എന്നാണ്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണ്. അപ്പൊ പൂർണ്ണമായി ക്ഷമിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എന്റെ സഹോദരനോട് 7 വട്ടം ക്ഷമിച്ചാൽ മതിയാകുമോ? ഇവിടെ ഒരു ലിമിറ്റൊക്കെ വേണമല്ലോ, എന്തിനും ഒരു അതിരൊക്കെ വേണമല്ലോ. അതാണ് പത്രോസ് ചോദിക്കുന്നതിന്റെ അർത്ഥം. കർത്താവേ, നീ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഒരു കണക്ക് പറ, അത്രയും വരെ ഞാനങ്ങ് ക്ഷമിച്ചേക്കാം. അപ്പോൾ കർത്താവ് അതിനൊരു കണക്ക് പറയാണ്. യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരൻ നിന്നോട് പിഴച്ചാല് റബ്ബിമാര് പറയുന്ന പോലെ 3 വട്ടമല്ല, നീ തന്നെ കണക്കുണ്ടാക്കിയതുപോലെ 7 വട്ടമല്ല, 70 വട്ടം എന്ന് പറഞ്ഞാൽ 490 വട്ടം എന്ന് പറഞ്ഞാൽ 490 എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു കൃത്യ കണക്കൊന്നുമല്ല എന്ന് നമുക്കറിയാമല്ലോ. 1000 വട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കറക്റ്റ് 1000 എന്നാണോ അർത്ഥം? അങ്ങനെയല്ലെന്ന് നമുക്കറിയാം. 1000 വട്ടം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റത്, കൃത്യമായി എണ്ണം പറയാനാവാത്തത്, അവസാനമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലേക്കാണ് 1000 വട്ടം എന്ന് പറയുന്നത്. എനിക്ക് 1000 വട്ടം സമ്മതമാണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സമ്മതമാണ് എന്നർത്ഥം. 1000 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അതിലില്ലാതെ ക്ഷമിക്കണമെന്നർത്ഥം. നമ്മുടെ ഭാഷാ പ്രയോഗത്തിൽ 1000 വട്ടം എന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ് 70 വട്ടം എന്ന് അവർ ഉപയോഗിച്ചിരുന്നത്. പത്രോസ് ചോദിക്കുന്നത് പൂർണ്ണതയുടെ സംഖ്യയാണല്ലോ 7. അതുകൊണ്ട് ഞാൻ 7 വട്ടം ക്ഷമിച്ചേക്കാം. പക്ഷെ 7 വട്ടമല്ല, നീ 70 വട്ടം എന്ന് പറഞ്ഞാൽ 490 വട്ടം. അതിനൊരു ലിമിറ്റ് ഇല്ല എന്ന അർത്ഥത്തിലാണ് 1000 വട്ടം എന്ന് പറയുന്ന പോലെ പറയുകയാണ്. എന്നിട്ട് കർത്താവ് അതിന്റെ ഉദാഹരണവും കൂടെ പറയുന്നു. അതീവ ഗൗരവമുള്ള ഒരു ഉദാഹരണമാണ് കർത്താവ് പറയുന്നത്. നമ്മുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ തെറ്റുകളെ നമ്മളോട് ക്ഷമിക്കുകയില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ ഉദാഹരണം വ്യാഖ്യാനിക്കുമ്പോൾ ഈ അർത്ഥം വെച്ചുകൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. ഉപമകൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന CD-യിലെ 6ാമത്തെ CD മുഴുവൻ അതാണ് ഞാൻ പറയുന്നത്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 5ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.